എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പാച്ചല്ലൂർ വച്ചിട്ടാണ് അഗ്നി കാവടിക്ക് ഉള്ള ആൾക്കാർ റെഡിയാവുന്നത്. അത് ശൂലം കുത്തുന്നത് കാവടിക്കാർ റെഡിയാവുന്നതാണ്. അങ്ങനെ നമ്മൾ കോവിലിൽ പോയി, പാച്ചല്ലൂർ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ പോയപ്പോൾ അവിടെ സന്ധ്യാസമയത്ത് കാണുന്ന കാഴ്ചയാണ്. ഒരു 5 മണി 6 മണി ആ സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ എൻ്റെ മോളിത് അവിടെ വന്ന് നിൽക്കുന്നത്. വണ്ടി കളിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ വണ്ടി കളിക്കുക എന്ന് പറഞ്ഞു. ഇതിപ്പം കാണുന്നത് ഒരു 7 മണി സമയമാണ്. 7 മണി സമയത്ത് കാവടിക്കാരെല്ലാവരും കൂടെ വലത് വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമസ്കാരം ചെയ്യുന്നതാണ്. നമസ്കാരം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാ അഗ്നിക്കാവടിയാണ്. രാവിലെ പാൽക്കാവടി വേൽക്കാവടിയൊക്കെ കഴിഞ്ഞിരുന്നു. ഇതിപ്പോൾ രാത്രി അഗ്നിക്കാവടി ആണ്. അതിൻ്റെ വിറകും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നത് കണ്ടല്ലോ. നമസ്കാരം ചെയ്യുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. പിന്നെ മാനേജ് ചെയ്ത് എടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അത് അവർ കാവടിക്കാർ നമസ്കാരം ചെയ്യുന്നത് കണ്ടോ. 4 വലുത് പോകും തോന്നുന്നു. 4 വലുത് പോയി നമസ്കാരം ചെയ്യും. എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ കാണാനോട് പറഞ്ഞ് അവിടെ കരച്ചില്ല. അതിനിടയിൽ എൻ്റെ ചേട്ടൻ എന്നെ നിർത്തിയിട്ട് എവിടേക്ക് പോയി. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു കരച്ചില്ലായിരുന്നു. അപ്പം അച്ഛൻ വന്നപ്പോൾ ചെന്നിന് കൊച്ചു കരയുന്നേന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരച്ചില്ല അങ്ങ് നടത്തി. അപ്പോൾ അച്ഛൻ ഞാൻ പറഞ്ഞ് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാനും മോളും കൂടി ചേർന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അതാണ് മോള് വന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമസ്കാരമൊക്കെ വന്നു കടന്നു. നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ബലൂൺ അങ്ങനെ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, വലുത് വെച്ച് നമസ്കാരം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശൂലം കുത്തുന്നത്. ശൂലമല്ല, വേല് കുത്തുന്നത്. വേല് കുത്തിയിട്ട് കാവടി എടുത്തുകൊണ്ട് പോകും. മയിൽ പീലിയൊക്കെ വെച്ച് അലങ്കരിച്ച കാവടി. കണ്ടോ, നമസ്കരിക്കുന്നു. 4, 5, 6 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ കറക്റ്റായിട്ട് എണ്ണിയില്ല എത്ര നമസ്കാരം ഇട്ടു എന്ന് എനിക്കറിയില്ല. ഇതിനിടയിൽ ഞാൻ വീഡിയോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നമസ്കാരം ഇടുന്നത് കണ്ടോ. വലുത് വെച്ചിട്ട് നമസ്കാരം ഇടും. അങ്ങനെ ആ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉത്സവം എന്ന് പറഞ്ഞ ഒരു നാടിൻ്റെ ഒരു ആഘോഷം തന്നെയാണെന്ന് അമ്പലത്തിൽ നോക്കി അറിയാം. എത്ര പേര് കാണാൻ വന്നിരിക്കുന്നു. അതുങ്ങൾ ചെണ്ട അടിക്കുന്നതോടൊപ്പം തന്നെ കുറേ ചേട്ടന്മാരിന്ന് അതിൻ്റെ താളത്തിനകത്ത് ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഒരു ആഘോഷ ലഹരിയാണ് ഓരോ ആഘോഷങ്ങൾ. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു സന്തോഷവുമുണ്ട്. അത് കാണാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഒരു ആഘോഷം തന്നെയാണ്.
അങ്ങനെ കാവടിക്കാരെല്ലാം വേലൊക്കെ കുത്തി റെഡിയായി നിൽക്കുന്നതാണ്. അങ്ങ് പനത്തുറ അഗ്നിക്കാവടിൽ പോകാൻ വേണ്ടി ഇവിടുന്ന് ഘോഷയാത്രയായിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങിയപ്പോൾ മോൾക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞ് ബലൂൺ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ കാവടിക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.